13th chapter, kinetic theory. Kinetic theory of ideal gas. ഒരു ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. അതൊരു ആ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഇൻ റാൻഡം മോഷൻ. അത് റാൻഡം മോഷനിലായിരിക്കും. ഈ റാൻഡം മോഷൻ്റെ ഇടയിൽ ഇറ്റ് വിൽ മേക്ക് ഇലാസ്റ്റിക് കൊളീഷൻസ്. ഇലാസ്റ്റിക് കൊളീഷൻ എന്താണെന്ന് നമ്മൾ 6th ചാപ്റ്ററിൽ വർക്ക് എനർജി പവറിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കൽ. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം വിൽ ബി കൺസേർവ്ഡ്. അതായത് കൊളീഷന് മുൻപും ശേഷവും കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഈ മോളിക്യൂൾസ് ഇലാസ്റ്റിക് കൊളീഷൻസ് നടത്തും. അപ്പോൾ അതിൻ്റെ ഈ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടുത്തെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഈ മോളിക്കുലാർ മോഡൽ ഓഫ് എ ഗ്യാസ് ഈസ് ബേസ്ഡ് ഓൺ സം ഫണ്ടമെൻ്റൽ അസംഷൻസ്. ഈ അസംഷൻസിനെ ഒരു തിയറിയുടെ രൂപത്തിലാണ് പറയുന്നത് കൈനറ്റിക് തിയറി. ഇത് നിങ്ങൾ കെമിസ്ട്രിയിൽ വളരെ കൂടുതലായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കൈനറ്റിക് തിയറി അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കും ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറിയാണ്. ഇത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള അതേ പോസ്റ്റുലേറ്റ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അത് തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ആദ്യത്തെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആർ ഇൻ റാൻഡം മോഷൻ. അത് റാൻഡം മോഷനിൽ ആയിരിക്കും. രണ്ടാമത്തത് ഈ മോളിക്യൂൾസിൻ്റെ ഡയമെൻഷൻ നെഗ്ലിജിബിളാണ്, ചെറുതാണ്. ഡയമെൻഷൻസ് ഓഫ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ. മൂന്നാമത്തത് ദ മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി റിജിഡ് സ്ഫിയേഴ്സ് ആണ്. നാലാമത്തത് ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. ദാറ്റ് ഈസ് ദർ ഇസ് നോ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. അതായത് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് തമ്മിലോ അല്ലെങ്കിൽ വോൾസിൻ്റെ ഇടയിലോ ദർ ഇസ് നോ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. അഞ്ചാമത്തത് നേരത്തെ പറഞ്ഞത് തന്നെ, ഇറ്റ് മേക്ക് ഇലാസ്റ്റിക് കൊളീഷൻ. ആറാമത്തത് ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ദ ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജീനെ നമ്മൾ യു എന്നാണ് നോട്ട് ചെയ്യാറുള്ളത്. അതുപോലെ ഇത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൊളീഷൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് ടൈം ഓഫ് കൊളീഷൻ ഈസ് നെഗ്ലിജിബിൾ. അപ്പോൾ ഇതാണ് പോസ്റ്റുലേറ്റ്സ്. നമ്മളൊരു മാക്സിമം 4 എണ്ണമൊക്കെ നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാം, റാൻഡം മോഷനാണ്, ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ, ഇറ്റ് മേക്ക് ഇലാസ്റ്റിക് കൊളീഷൻ, അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ. ഇങ്ങനെ ഒരു 4 എണ്ണം ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അല്ലെങ്കിൽ RMS വെലോസിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഈ RMS എന്നുള്ള ടേം. അത് വേറെ പല ഭാഗങ്ങളിലൊക്കെ വരും, ഇവിടെ മാത്രമല്ല. അതായത് ഈ RMSൻ്റെ ആവശ്യകത, റൂട്ട് മീൻ സ്ക്വയറിൻ്റെ ആവശ്യകത വരുന്നത് ഇപ്പോൾ ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ ദ മോളിക്യൂൾസ് ആർ മൂവിങ് ഇൻ ഓൾ ഡയറക്ഷൻസ്, എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ദെർഫോർ ദ ആവറേജ് വെലോസിറ്റി വിൽ ബി 0. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ മൂവ് ചെയ്യുന്നത്, ആവറേജ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാനില്ല ആവറേജ് 0 ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വെലോസിറ്റീസ് ആർ സ്ക്വയേർഡ് ആൻഡ് റൂട്ട് മീൻ സ്ക്വയർ ഇസ് കൺസിഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VRMS നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പോൾ പല മോളിക്യൂൾസ് ഉണ്ട്, അവയുടെ വെലോസിറ്റി V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ, അങ്ങനെ എത്ര മോളിക്യൂൾസ് ഉണ്ടോ അതിൻ്റെ സ്ക്വയർ ചെയ്യുന്നു. അതായത് ബൈ n ചെയ്യുമ്പോൾ സ്ക്വയർ മീൻ കാണലാണ്. സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്ത് ബൈ n ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മീൻ കാണലാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആയി. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 0 ആയി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇനി നമ്മൾ എക്സ്പ്രഷൻ ഫോർ പ്രഷർ ആണ് നമ്മൾ കാണുന്നത്. അതായത് ഗ്യാസ് മോളിക്യൂൾസ് ഒരു കണ്ടെയ്നറിൽ
മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദിസ് കണ്ടെയ്നർ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ്. വെലോസിറ്റി ചേഞ്ച് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് അണ്ടർഗോ ചേഞ്ച് ഓഫ് മൊമെൻറ്റം. കാരണം മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ mv ആണ്. വെൻ വെലോസിറ്റി ചേഞ്ചസ് മൊമെൻറ്റം ചേഞ്ചസ്. മൊമെൻറ്റം ചേഞ്ച് ചെയ്താൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ദ മോളിക്യൂൾ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദിസ് വാൾസ്. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് ഏരിയനെ നമ്മൾ എന്താ വിളിക്കുക? പ്രഷർ. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു, അതനുസരിച്ച് മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നു. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ dp/dt ഈസ് ഈക്വൽ പ്രപ്പോർഷണൽ ടു ഫോഴ്സ് ആണ് സെക്കൻഡ് ലോ പ്രകാരം. ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. അപ്പോൾ ഈ പ്രഷറാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ കാണുകയാണ്. അതായത് ഈ വോളിൽ ഇപ്പോൾ EFGH എന്ന് പറയുന്ന വോളിൽ ഇവിടെ പതിക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ മൊമെൻറ്റം mv ആണെങ്കിൽ മൈനസ് mv കാണാം. എന്ന് പറഞ്ഞാൽ എന്താ? ഇത് അവിടെ പതിച്ചിട്ട് വീണ്ടും തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് -mv എന്ന് കൊടുക്കണേ. അപ്പോൾ ഇത് ഫൈനൽ മൊമെൻറ്റം, ഇത് ഇനീഷ്യൽ മൊമെൻറ്റം. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു mv മൈനസ് mv. ഇത് -mv ഇടാൻ കാരണം അതിൻ്റെ ഡയറക്ഷൻ മാറിയ കാരണം. അപ്പോൾ ഇത് രണ്ടും പ്ലസ് ആവും. ആൻസർ എന്തായി മാറും? 2mv എന്നായിട്ട് മാറും. ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ മോളിക്യൂള് ABCD എന്ന് പറയുന്ന ഈ ഫേസിൽ കൊളൈഡ് ചെയ്യാം, അതുപോലെ തന്നെ EFGHലും കൊളൈഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ EFGH കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ EFGHൽ കൊളൈഡ് ചെയ്ത മോളിക്യൂൾ വീണ്ടും EFGHൽ എത്തണ വരെ 2 മീറ്റർ ഉണ്ടായിരിക്കും. അതായത് ടൈം ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ട്രാവൽ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ. അതായത് ഇതൊരു 1 മീറ്റർ ആണ്. ഇതൊരു യൂണിറ്റ് ബോക്സ് ആണെങ്കിൽ ഈ EFGHൽ അടുത്ത കൊളീഷൻ്റെ ഇടയിൽ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആയിരിക്കും. ഇവിടേക്ക് ഇങ്ങോട്ട് വീണ്ടും ഇങ്ങോട്ട് 2 മീറ്റർ. അപ്പോൾ നമുക്ക് എഴുതാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ. 2 തൊട്ടടുത്ത കൊളീഷനുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾ നമ്പർ ഓഫ് കൊളീഷൻസ് ഓൺ ദ വാൾ EFGH. ഈ EFGHൽ എത്ര കൊളീഷൻസ് നടക്കുന്നുണ്ട് 1 സെക്കൻഡിൽ, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ. നമ്പർ ഓഫ് കൊളീഷൻസ് ഓൺ ദ വാൾ EFGH. ഈ സൈഡിലത്തെ വാൾ ഇട്ട് ഈ വാളിൽ ഉള്ള നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ നമ്പർ ഓഫ് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഇങ്ങനെ എഴുതാം, ഡിസ്റ്റൻസ് ട്രാവൽഡ് in 1 second, distance traveled in 1 second divided by distance traveled for 1 collision. Distance traveled in 1 second by distance traveled for 1 collision ആണ് number of collisions in 1 second എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, distance traveled in 1 second എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വെലോസിറ്റി എന്ന് വിളിക്കാം. ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫോർ 1 കൊളീഷൻ. ഒരു കൊളീഷൻ്റെ ഇടയിൽ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് 2 മീറ്റർ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര കൊളീഷനാണെന്ന് കിട്ടി? V/2 കൊളീഷൻസ് ഉണ്ടാവുന്നുണ്ട് ഇൻ 1 സെക്കൻഡിൽ. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം നമ്മൾ കാണാണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം V/2 കൊളീഷനാണ് 1 സെക്കൻഡിൽ ഉണ്ടാവണേ. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം കാണുമ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻ 1 സെക്കൻഡ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം
ഇൻറ്റു നമ്പർ ഓഫ് കൊളീഷൻ. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻറ്റു നമ്പർ ഓഫ് കൊളീഷൻസ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം നമ്മൾ തൊട്ട് മുൻപ് കണ്ടുവച്ചിട്ടുണ്ട് 2mv ആണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. അത് 2mv എന്ന് തന്നെ എഴുതാം. ഇൻറ്റു എത്ര കൊളീഷൻസ് ഉണ്ടാവണമെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് v/2 കൊളീഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം 2mv, നമ്പർ ഓഫ് കൊളീഷൻസ് v/2. അപ്പോൾ 2mv ഇൻറ്റു v/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി, അത് mv² ആയിട്ട് മാറും. ഈ കിട്ടിയിരിക്കുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻ 1 സെക്കൻഡ് ആണ്. നമുക്ക് എത്തേണ്ടത് പ്രഷറിലേക്കാണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം വരെ എത്തി, mv² വരെ എത്തി. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം കിട്ടിയിരിക്കുന്നത് mv² ആണ്. നമ്മൾ കൺസിഡർ ചെയ്യാണ് ടോട്ടൽ n മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ, സ്മോൾ n മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ, അതായത് യൂണിറ്റ് വോളിയത്തിലാണ് കേട്ടോ പറയുന്നത്. സ്മോൾ n മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിൽ n/3 മോളിക്യൂൾസ് എക്സിലും ബാക്കി n/3 വൈയിലും ബാക്കി n/3 സെഡിലും മൂവ് ചെയ്യുന്നുണ്ടാവും. അതായത് 3 ആക്സിസ് ആണുള്ളത്, എക്സ്, വൈ, സെഡ്. അപ്പം മൊത്തം n ഉണ്ടെങ്കിൽ അതിൽ 3-1 ഇങ്ങോട്ട് പോകും, 3-1 വൈയിൽ, 3-1 സെഡിൽ. അപ്പോൾ ഒരു ആക്സിസിൽ എത്ര എണ്ണം മൂവ് ചെയ്യുന്നുണ്ടാവും? n/3 മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻ 1 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫോഴ്സ് കാണുകയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം അഥവാ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് n/3 mv² എന്ന് കൊടുക്കാം. കാരണം ഒരു ഭാഗത്ത് ഒരു ആക്സിസിൽ n/3 മോളിക്യൂൾസ് ആണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോളിക്യൂൾസ് എല്ലാം ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന കാരണം നമ്മൾ മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് ഗ്യാസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇതിനെ നമ്മൾ 1/3 mn v². ഇത് 1/3 mn എന്ന് പറയുന്നത് ഇതിനെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. v² പകരം v² എന്ന് പറയുന്നത്, അതായത് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് വെലോസിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നർത്ഥം. ഇനി നമുക്കറിയാം mn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് വോളിയാണ്. mn എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് വോളിയം. കാരണം എന്താ? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ യൂണിറ്റ് വോളിയം, m എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ്സാണ്. അപ്പോൾ mn എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് വോളിയമാണ്. അപ്പോൾ മാസ് പെർ യൂണിറ്റ് വോളിയത്തിനെ നമുക്ക് ഡെൻസിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ mn പകരം നമുക്ക് ഡെൻസിറ്റിയുടെ റോ ഇട്ട് കൊടുക്കാം. ഇത് റോയാണ്, പി അല്ല, റോ v². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് 1/3 റോ v² എന്ന് കിട്ടി. ഇതിപ്പോൾ യൂണിറ്റ് ഏരിയയിലെ ഫോഴ്സാണ്. അതായത് നമ്മൾ ഈ ബോക്സ് കണ്ടിരിക്കുന്നത് യൂണിറ്റ് മെഷർമെൻറ്റിനുള്ളതാണ്, യൂണിറ്റ് വോളിയാണ്. അപ്പോൾ ഇത് യൂണിറ്റ് ഏരിയ ആണ് അതിൻ്റെ ഒരു വോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. അപ്പോൾ പ്രഷർ = 1/3 റോ v². റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. അപ്പോൾ ഈ ഇക്വേഷൻ പ്രഷറിൻ്റെ ഇക്വേഷനാണ് നമ്മൾക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് വരും. ഇനി ഇതിൻ്റെ കൈനറ്റിക് ഇൻ്റർപ്രട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറീസ് ഇതിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ എങ്ങനെ നമുക്ക് ഇതിൻ്റെ റിലേഷൻ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് കൈനറ്റിക് ഇൻ്റർപ്രട്ടേഷനിൽ പറയുന്നത്. അതായത് ഈ 1/3 റോ v² നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 1/3 ക്യാപിറ്റൽ M/V v². അതായത് ഈ റോയിനെ M/V എന്ന് എഴുതി. കാരണം എന്താ? റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്, അതായത് മാസ് ബൈ വോളിയമാണ്, ടോട്ടൽ മാസ് ബൈ വോളിയം. അങ്ങനെ എഴുതാം. ഈ ഇവിടെ 1/3, ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് എന്താണ്? പ്രഷറാണ്. ഇനി ഇതിനെ ഈ വിനെ ഇങ്ങോട്ട് എടുത്താൽ PV = 1/3 mv² എന്നായി. ഇത് ക്യാപിറ്റൽ M ആണ് കേട്ടോ. നമ്മൾക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം PV = nRT എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ PVക്ക് പകരം nRT എഴുതിയിട്ട് 1/3 ഇത് അതേപോലെ തന്നെ mv² എന്ന് എഴുതി.
ഈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n is equal to 1 ആണെങ്കിൽ, ഫോർ 1 മോൾ ഓഫ് ഗ്യാസ് ആണെങ്കിൽ, ഫോർ 1 മോൾ ഗ്യാസ് എന്തായിരിക്കും? n is equal to 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ആർ ടി ഇസ് ഈക്വൽ ടു 1/3 mv ബാർ സ്ക്വയർ എന്ന് എഴുതാം. ആർ ടി ഇസ് ഈക്വൽ ടു 1/3 mv ബാർ സ്ക്വയർ. n ഈക്വൽ ടു 1 ആയി. ഇതിൽ നിന്ന് നമ്മൾ വി ബാറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ വി ബാർ സ്ക്വയർ എന്തായിരിക്കും? ഈ 3 ഇങ്ങോട്ട് പോയി, അപ്പോൾ 3RT. ഈ എം ഇവിടേക്ക് വരുമ്പോൾ താഴത്തേക്ക് വരും, 3RT/m. അതായത് വി ബാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് 3RT, റൂട്ട് 3RT/m. ഇതാണ് എന്താണ് ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇനി ഇതിൽ നിന്ന് തന്നെ നമ്മൾ mv ബാർ സ്ക്വയറിന് എടുത്തു എന്ന് വിചാരിക്കുക. mv ബാർ സ്ക്വയർ, ഈ എമ്മിനെ മാത്രം ഇവിടെ നിർത്തി കഴിഞ്ഞിട്ട്, അതായത് ഇതിൽ നിന്ന് 3RT ഇങ്ങനെ എഴുതി. ഈ mv ബാർ സ്ക്വയറിനെ മാത്രം ഒരു സൈഡിൽ നിർത്തുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. mv ബാർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3RT എന്ന് വരും, എമ്മിനെ ഈ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ. ഇനി അതിനൊരു ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ ഹാഫ് എടുക്കേണ്ടി വരും, അതായത് /2 ചെയ്യേണ്ടി വരും. ഈ ഹാഫ് mv സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഒരു ഇക്വേഷൻ നമുക്ക് ഈ കൈനറ്റിക് തിയറി പ്രകാരമുള്ള ഇൻ്റർപ്രിട്ടേഷനിൽ കൈനറ്റിക് എനർജി ആയിട്ടുള്ള ഒരു റിലേഷൻ കിട്ടി. അതായത് ഹാഫ് mv സ്ക്വയർ ഇസ് ഈക്വൽ ടു 3RT/2. അപ്പോൾ ഇവിടെ വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത് പ്രഷറിൻ്റെ ഡെറിവേഷനാണ്. P ഇസ് ഈക്വൽ ടു 1/3 ρv ബാർ സ്ക്വയർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡെറിവേഷൻ ഫുള്ള് ചെയ്ത് ഇവിടേക്ക് എത്തിക്കണം. ഇനി കൈനറ്റിക് തിയറി ആയിട്ടുള്ള റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് റിലേഷൻ. ആവറേജ് വെലോസിറ്റിയുടെ റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതാണ്. ഈ ആറൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ, M മാസ്. ഇനി ഇതേപോലെ തന്നെ എക്സ്പ്രഷൻ ഫോർ മീൻ കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ, മീൻ കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ചോദിക്കുകയാണെങ്കിൽ ഇതേ എക്സ്പ്രഷൻ തന്നെ, അതായത് നമ്മൾ തൊട്ട് മുൻപ് എഴുതി വെച്ചല്ലോ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ, ഹാഫ് mv സ്ക്വയർ ഇസ് ഈക്വൽ ടു 3/2 RT എന്നുള്ള ഇക്വേഷൻ. ഇതിൽ ഈ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ എമ്മിനെ മാറ്റി നമുക്ക് n ഇൻറ്റു സ്മോൾ എം എന്ന് എഴുതാം. എന്താ n ഇൻറ്റു സ്മോൾ എമ്മിൻ്റെ പ്രത്യേകത? n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതുപോലെ തന്നെ ഈ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ഈച്ച് മോളിക്യൂൾ. അപ്പോൾ ക്യാപിറ്റൽ M ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ ഇൻറ്റു മാസ് ഓഫ് ഈച്ച് മോളിക്യൂൾ. അപ്പോൾ ഈ ക്യാപിറ്റൽ എമ്മിനെ നമ്മൾ ഇങ്ങനെ എഴുതാണ്, അതായത് ഹാഫ് ഇൻറ്റു NMൻ്റെ രൂപത്തിൽ, NMv ബാർ സ്ക്വയർ. ഇതൊക്കെ ബാക്കിയൊക്കെ സെയിം തന്നെ, 3/2 RT അതുപോലെ തന്നെ എഴുതി. ഇതിൽ നിന്ന് ഈച്ച് മോളിക്യൂളിൻ്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ ഹാഫ് mv ബാർ സ്ക്വയർ എന്ന് എടുക്കുകയാണെങ്കിൽ ഈ എന്നിനെ ഈ ക്യാപിറ്റൽ എന്നിനെ ഇപ്പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ 3/2 R/n ഇൻറ്റു T എന്ന് കിട്ടി. ഈ R/n എന്ന് പറയണതിന് KB അല്ലെങ്കിൽ K എന്ന് മാത്രം സൂചിപ്പിച്ചാലും മതി. KB അല്ലെങ്കിൽ K എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്, ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുന്നത് R/n-ന്. അപ്പോൾ ഇവിടെ R/n-ന് K എന്ന് ഇട്ട് കൊടുത്താൽ ഹാഫ് mv ബാർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3/2 KT അല്ലെങ്കിൽ KBT എന്ന് വരും.